എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ലേണിംഗ് എക്സലൻസ് റെക്കോർഡ് വർക്ക്ഷീറ്റാണ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് നോക്കാം. ക്ലാസ് 1 ആക്ടിവിറ്റി കാർഡ്സ് 2020-2021. നമുക്ക് വർക്ക്ഷീറ്റിലോട്ട് കടക്കാം. ആക്ടിവിറ്റി കാർഡ്. എൻ്റെ വീട്. നിറം നൽകാം, വരയ്ക്കാം. കൂട്ടുകാർ, ഇവിടെ താരയുടെയും കുഞ്ഞിക്കോഴിയുടെയും വീട് കാണിച്ചിട്ടുണ്ട്. ആ വീടുകൾക്ക് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള നിറം നൽകി പൂർത്തിയാക്കാനാണ് ആദ്യത്തെ ആക്ടിവിറ്റി. അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഒരു വീട് വരയ്ക്കാനുമുണ്ട്. ഇതുപോലെ കൂട്ടുകാർക്ക് എളുപ്പത്തിൽ വരയ്ക്കാവുന്ന ഒരു കൊച്ചു വീടുകൂടെ വരച്ച് ആദ്യത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കുക. അടുത്ത ആക്ടിവിറ്റി വീട് എന്തിന്? ചിത്രം നോക്കൂ. വീടുണ്ടായാലുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെ? അവയ്ക്ക് ചുറ്റും വട്ടം വരയ്ക്കാനാണ്. നമുക്ക് നോക്കാം. വീട് കൊണ്ടുള്ള പ്രയോജനങ്ങളിൽ ഒന്നാമത്തേത് സാധനങ്ങൾ സൂക്ഷിക്കാം. രണ്ടാമത്തേത് ആഹാരം പാകം ചെയ്യാം. അടുത്തത് മഴയും വെയിലും കൊള്ളാതെ പഠിക്കാം. അടുത്തത് പേടിക്കാതെ കിടന്നുറങ്ങാം. അവസാനം ഒത്തുചേരാം. ഇതിൽ യാത്ര ചെയ്യാം, കളിക്കാം എന്നിവ ഉൾപ്പെടില്ല. അടുത്ത ആക്ടിവിറ്റി കാർഡ് ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ്. ഇവിടെ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ. ആദ്യം കളർ ദി കാൾഫ്. ഇവിടെ നൽകിയിരിക്കുന്ന കൊച്ചു പശുക്കിടാവിന് കളറടിക്കാനാണ്. ഇതുപോലെ കൂട്ടുകാർ കുഞ്ഞ് പശുക്കിടാവിന് കളറടിക്കുക. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഡ്രോ ഹോൺസ് ഫോർ ദി കൗ ഇൻ ഫ്രണ്ട്. മുൻപിലുള്ള പശുവിന് കൊമ്പുകൾ വരയ്ക്കാനാണ്. കൊമ്പുകൾ ഈ വിധം വരയ്ക്കുക. മൂന്നാമത്തെ ഡ്രോ ഹോൺസ് ആൻഡ് സ്പോട്സ് ഫോർ ദി കൗ ഇൻ ദ മിഡിൽ. നടുക്കത്തെ പശുവിന് കൊമ്പുകളും കുറച്ച് കുത്തുകളും വരയ്ക്കാൻ പറഞ്ഞു. അവസാനം ചോദിച്ചു ഹൗ മെനി ലെഗ്സ് ഡു ദി 2 കൗസ് ഹാവ് ഇൻ ടോട്ടൽ. 2 വലിയ പശുക്കൾക്കും ആകെ 8 കാലുകളാണ് ഉള്ളത്. 8 ലെഗ്സ്. അടുത്തത് ദി മദർ ഹെൻ ഹാസ് 6 ചിക്സ്. ഈ തള്ളക്കോഴിക്ക് 6 കുഞ്ഞുങ്ങളുണ്ട്. ഹൗ മെനി ചിക്സ് ആർ ഹൈഡിങ് അണ്ടർ ഹെർ വിങ്സ്. ചിറകിനടിയിൽ ഒളിച്ചിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. മുകളിൽ 3 കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ 6 നിന്ന് 3 കോഴിക്കുഞ്ഞുങ്ങളെ കുറയ്ക്കുമ്പോൾ ചിറകിനടിയിൽ 3 കോഴിക്കുഞ്ഞുങ്ങളാണ് ഉള്ളത്. 3 ചിക്സ്. അടുത്ത ആക്ടിവിറ്റി കാർഡ് ഹായ് എ ഗുഡ് ഗാർഡൻ. ഇവിടെ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ എണ്ണിയും കളർ കൊടുക്കാനുമാണ്. ആദ്യം 6 മാംഗോസ് ഇൻ ദി മാംഗോ ട്രീ ആർ റൈപ്പ്, കളർ ദം. മാവിലെ 6 മാങ്ങകൾ പഴുത്തതാണ്, കളർ ചെയ്യുക. 6 മാങ്ങകൾ നമ്മൾ കളർ ചെയ്തു. അടുത്തത് ഹൗ മെനി ലീവ്സ് ആർ ദെയർ ഇൻ ദി ബനാന ട്രീ. താഴെയുള്ള വാഴയിൽ എത്ര ഇലകളുണ്ടെന്ന് കണ്ടെത്തി എഴുതാനാണ്. എണ്ണിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7. ആകെ മുഴുവൻ 7 വാഴയിലകളാണ് അതിൽ ഉള്ളത്. അടുത്തത് കളർ ദി ഷോർട്ടർ സ്നേക്ക് ഗോഡ്. താഴെയുള്ള പടവലങ്ങളിൽ ചെറിയ പടവലത്തിന് നിറം നൽകാനാണ്. ചെറിയ പടവലത്തിന് ചുവന്ന നിറം നൽകി. അടുത്തത് കളർ ദി ബിഗർ പംകിൻ. ഇവിടെ 2 മത്തങ്ങകളുണ്ട്. അതിലെ വലിയ മത്തങ്ങയ്ക്ക് കളർ കൊടുക്കാനാണ്. അതും കളർ കൊടുത്തു. അവസാനം 3 ആൻഡ്സ് ഗോയിങ് ബിഹൈൻഡ് ദി ചോനൻ ആൻഡ്, കളർ ദം. ചോനൻ ഉറുമ്പുകൾക്ക് പുറകെ പോകുന്ന ഉറുമ്പുകളെ കളർ ചെയ്യാനാണ്. അതും ഇവിടെ കളർ ചെയ്തു. അവസാനം ഡ്രോ എ കോക്കനട്ട് ട്രീ ഷോർട്ടർ ദാൻ ദിസ്. ഇവിടെ ഒരു തെങ്ങ് നൽകിയിട്ടുണ്ട്. അതിനെക്കാട്ടിൽ ചെറിയൊരു തെങ്ങ് കൂടെ വരയ്ക്കാനാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ തെങ്ങ് വരച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ആക്ടിവിറ്റി ഷീറ്റ് ഇവിടെ കഴിയുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് ഹൈ ബേർഡ്സ്. ഇവിടെ പക്ഷികൾ 2 ദിശയിലായിട്ട് പറക്കുന്നുണ്ട്, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും. കൂട്ടുകാർ ചെയ്യേണ്ടത് ലെഫ്റ്റിലോട്ട് പറക്കുന്ന പക്ഷികൾക്ക് ബ്ലൂ കളറും റൈറ്റിലോട്ട് പറക്കുന്ന പക്ഷികൾക്ക് യെല്ലോ കളറും കൊടുക്കുക. കളർ കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ മെനി ബേർഡ്സ് ആർ ഫ്ലൈയിങ് ടു ദി ലെഫ്റ്റ്. ഇടത്തോട്ട് പറക്കുന്ന പക്ഷികളുടെ എണ്ണം എണ്ണിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടും 11 എണ്ണം. അത് അവിടെ എഴുതുക. അതുപോലെ തന്നെ ഹൗ മെനി ബേർഡ്സ് ആർ ഫ്ലൈയിങ് ടു ദി റൈറ്റ്. വലത്തോട്ട് പറക്കുന്ന പക്ഷികളുടെ എണ്ണവും അവിടെ എണ്ണുമ്പോൾ 9 എന്ന് കിട്ടും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ നമ്പർ ഓഫ് ബേർഡ്സ്. ആകെ മുഴുവൻ പക്ഷികളുടെ എണ്ണം 11 + 9. 11 9 കൂട്ടുമ്പോൾ 20 എന്നാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ആർ മോർ, ദോസ് ഫ്ലൈയിങ് ടു ദി ലെഫ്റ്റ് ഓർ റൈറ്റ്. ഇടത്തോട്ട് പോകുന്നതാണോ വലത്തോട്ട് പോകുന്ന പക്ഷികളാണോ ഏറ്റവും കൂടുതലെന്ന് അവിടെ ലെഫ്റ്റ് എന്ന് എഴുതുക, ഇടത്ത്. അടുത്തത് ഹായ് കൂടുകൾ എന്ന ആക്ടിവിറ്റി കാർഡാണ്. ചിത്രം വരയ്ക്കുന്നത് നൽകാവുന്നതാണ്. ആദ്യത്തെ വട്ടത്തിൽ ഒരു കറുത്ത കൂട വരയ്ക്കണം. രണ്ടാമത്തെ വട്ടത്തിൽ ഒരു പി കൂട വരയ്ക്കണം. 2 വൃത്തങ്ങളിലെ കുടകൾ കൂട്ടുകാർ ശ്രദ്ധിക്കുക. കൂട്ടുകാർക്ക് എളുപ്പം വരയ്ക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള 2 കുടകളാണ് വരച്ചു ചേർക്കുക. അടുത്ത താഴെയുള്ള 2 വട്ടങ്ങളിൽ ചെവിയൻ കൂടയും വരയ്ക്കണം, മുത്തുകൂടയും വരയ്ക്കണം. ചെവിയൻ കൂട എന്ന് പറയുന്നത് ഒരു സാധാരണ കൂട കൂട്ടുകാർ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ 2 ചെവികൾ
പൂച്ചയുടെ കൂട്ട് 2 ചെവികൾ കൊടുക്കുക. മുത്തുക്കുട എന്ന് പറയുമ്പോൾ സാധാരണ ഒരു കുട വരച്ചിട്ട് ആ കുടയ്ക്ക് താഴെയായി മുത്തുകൾ വരച്ച് ചേർക്കുക. അങ്ങനെയാണ് മുത്തുക്കുട. അതുകൂടെ വരച്ച് ചേർത്ത് ഈ പ്രവർത്തനം ചെയ്യുക. അടുത്ത ആക്ടിവിറ്റി കാർഡ് അമ്മുവിൻ്റെ കുട. കൂട്ടുകാർ അമ്മുവിൻ്റെ കുട കണ്ടല്ലോ. അതൊരു ചെവിയൻ കുടയാണ്. കുടയെക്കുറിച്ച് അമ്മു എന്താണ് പറയുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. താഴെ കളങ്ങളിൽ നിന്നും കുടയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി നിറം നൽകാനാണ് പറയുന്നത്. ഈ കളത്തിൽ കുടയുമായി ബന്ധപ്പെട്ട ചില വാക്കുകളുണ്ട്. അവയ്ക്ക് ആദ്യം നമുക്ക് നിറം നൽകാം. വാക്കുകൾ ഇവയാണ്: കാലിൻകുട, പുള്ളിക്കുട, പീപ്പിക്കുട, ചന്തമുള്ള കുട, ചിരിക്കും കുട, ചെങ്ങാതിക്കുട, പുന്നാരക്കുട, ചെവിയൻ കുട, മുത്തുക്കുട. നമ്മൾ കുടയെപ്പറ്റി കണ്ടുപിടിക്കുന്ന വാക്കുകൾ ചേർന്ന കളർ നൽകിയാൽ അതൊരു കുടയായി മാറുന്നത് കാണാം. കൂട്ടുകാർ ശ്രദ്ധയോടെ ചെയ്ത് കുട വരച്ച് ഈ പ്രവർത്തനം പൂർത്തിയാക്കുക. അടുത്ത ആക്ടിവിറ്റി കാർഡ് കമലയുടെ കുട. കൂട്ടുകാർ കമലയുടെ കുട നോക്കൂ. കുടയെക്കുറിച്ച് അവൾ വിമലയോട് പറഞ്ഞത് വായിക്കൂ. എൻ്റെ കുട നീലക്കുട, നീല പുള്ളിക്കുട, വലിയ നീല പുള്ളിക്കുട, കാലുള്ള വലിയ നീല പുള്ളിക്കുട. അപ്പോൾ കമലയുടെ കുടയുടെ പ്രത്യേകത എങ്ങനെയാണ്? നീല പുള്ളിക്കുട. അപ്പോൾ കുടയ്ക്ക് നീല നിറവും കുറച്ച് പുള്ളികളും കൊടുക്കുക. അതാണ് ആദ്യം നമുക്ക് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് താഴെ നിങ്ങൾ സ്വന്തമായൊരു കുട വരയ്ക്കാനാണ് നമ്മൾ നേരത്തെ കളങ്ങളിൽ കണ്ട പോലൊരു കുട ഇവിടെ കൂട്ടുകാർ വരച്ച് ചേർക്കുക. അതുപോലെ തന്നെ കുടയെക്കുറിച്ച് എഴുതാനൊരു പ്രവർത്തനമുണ്ട്. അത് നമുക്ക് നോക്കാം. മഴയിലും വെയിലിലും നിന്ന് രക്ഷ നേടാൻ കുട സഹായിക്കും. പല നിറങ്ങളിൽ കുട ലഭ്യമാണ്. മുത്തുകുട, ചെവിയൻ കുട, പീപ്പിക്കുട എന്നിങ്ങനെ ധാരാളം കുടകളുണ്ട്. കുടയെപ്പറ്റി കുറേ കാര്യങ്ങൾ എഴുതി പ്രവർത്തനം പൂർത്തിയാക്കുക. അടുത്ത ആക്ടിവിറ്റി കാർഡ് മണിയൻ്റെ കാഴ്ചകൾ. മണിയൻ തോണി തൊഴിഞ്ഞു. മണിയനൊരു ഉറുമ്പാണേ. ഹായ്, നല്ല രസം. എന്തൊക്കെ കാഴ്ചകൾ അവൻ ചുറ്റും നോക്കി. മണിയൻ ചുറ്റും നോക്കിയപ്പോൾ പലതരം ജീവികളെ കണ്ടു. വെള്ളത്തിലും കരയിലുമായി മണിയൻ കണ്ട ജീവികൾ ഇവയെല്ലാമാണ്. കൂട്ടുകാർ ചെയ്യേണ്ടത് ഈ ജീവികളെ മുകളിലത്തെ കളങ്ങളിൽ വരച്ചു ചേർക്കുക. അവ ഇപ്രകാരമായിരിക്കണം. ഓരോ കളങ്ങളിലും ഇതുപോലെ കൂട്ടുകാർ വരച്ചു ചേർക്കുക. മാനത്ത് പറക്കുന്ന പക്ഷിയുണ്ട്, മരത്തിലിരിക്കുന്ന അണ്ണാനുണ്ട്, പുഴയിൽ മീനുണ്ട്, പുല്ലിൻ്റെ മുകളിൽ ചെറിയ പുൽച്ചാടിയുണ്ട്, വെള്ളത്തിൽ തവളയുണ്ട്, കരയിൽ ഒരു പാമ്പുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കൂട്ടുകാർ വരച്ച് ഇവയ്ക്ക് നിറവും നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ആക്ടിവിറ്റി കാർഡ് വായിക്കാം വരയ്ക്കാം. ഇല, വലിയ ഇല, വാഴയില. ആദ്യം കൂട്ടുകാർ ഒരു വാഴയില വരയ്ക്കണം. അതുപോലെ തന്നെ ഒരു ചെറിയ മാവില. രണ്ടിൻ്റെയും ചിത്രങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. കൂട്ടുകാർ ശ്രദ്ധിച്ച് ഈ 2 ഇലകളും വരയ്ക്കുക. അതുപോലെ തന്നെ താഴെയുള്ള 2 ഇലകൾ, ഇല മഞ്ഞ ഇല, പഴുത്ത ഇല. അപ്പോൾ ഒരു മഞ്ഞയിലയും വരയ്ക്കണം. ഇല ചുവന്ന ഇല, ചീരയില. അപ്പോൾ ഒരു ചീരയിലയാണ് ഇവിടെ വരയ്ക്കേണ്ടത്. ചീരയില വരയ്ക്കുമ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത് ഈ ചീരയിലയ്ക്ക് ചുവന്ന നിറം നൽകുക. ഇവിടെ പച്ച നിറമാണ്, അത് മാറ്റി ചുവന്ന നിറമാക്കുക. അടുത്ത ആക്ടിവിറ്റി കാർഡ് വലിയ മഴ എന്നാണ്. വായിക്കാം, ഉത്തരം കണ്ടെത്താം. മാനം കറുത്തു, വലിയ മഴ വന്നു, കാറ്റാഞ്ഞു വീശി, മരങ്ങൾ ആടി ഉലഞ്ഞു, മഴ മാറി, മാനത്ത് മഴവില്ല് കണ്ടു. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. മാനത്ത് എന്താണ് കണ്ടത്? മാനത്ത് കണ്ടത് മഴവില്ലാണ്. മഴ വന്നപ്പോൾ സംഭവിച്ചത് എന്തൊക്കെ? കാറ്റ് ആഞ്ഞു വീശി, അതുപോലെ തന്നെ മരങ്ങൾ ആടി ഉലഞ്ഞു. ഇത്രയുമാണ് സംഭവിച്ചത്. നമ്മളിപ്പോൾ വായിച്ച കാര്യം, അതായത് മഴ പെയ്തതും കാറ്റുമൊക്കെ ചേർത്തൊരു ചിത്രം വരയ്ക്കാനാണ്. ഇവിടെ 2 ചിത്രങ്ങൾ മഴ വന്നപ്പോൾ ഉള്ളത് നൽകിയിട്ടുണ്ട്. ഈ ചിത്രങ്ങളിൽ ഈ ചിത്രമോ അല്ലെങ്കിൽ ഇതിന് ചുവടെ വരുന്ന ഈ ചിത്രമോ വരച്ച് ഇവിടെ ചേർക്കാവുന്നതാണ് കൂട്ടുകാർക്ക്. അടുത്ത ആക്ടിവിറ്റി കാർഡ് ഹായ്, നല്ല മഴ. നല്ല മഴ. കൂട്ടിനകത്ത് കുഞ്ഞിക്കോഴി. അവൾ പുറത്തേക്കിറങ്ങിയതേയില്ല. മഴ തോർന്നു. കുഞ്ഞിത്തത്തയും കൂട്ടുകാരും വന്നു. അപ്പോൾ കുഞ്ഞിക്കോഴി കൂട്ടുകാരോട് ചോദിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വരികൾ കൂട്ടിച്ചേർക്കൂ, ഒത്തുപാടുക എന്നതാണ് പ്രവർത്തനം. കുഞ്ഞിക്കോഴി: കുഞ്ഞിത്തത്തെ കുഞ്ഞിത്തത്തെ എവിടെ പെയ്തു നല്ല മഴ. അപ്പോൾ കുഞ്ഞിത്തത്ത പറഞ്ഞത് എന്തുവാ? മലയുടെ മീതെ നല്ല മഴ, ചറപറ ചറപറ നല്ല മഴ. കുഞ്ഞിക്കോഴി വീണ്ടും ചോദിച്ചു, കുഞ്ഞിപ്രാവേ കുഞ്ഞിപ്രാവേ എവിടെ പെയ്തു നല്ല മഴ. കുഞ്ഞിപ്രാവ് പറഞ്ഞു, ആറിന് മീതെ നല്ല മഴ, ചറപറ ചറപറ നല്ല മഴ. പിന്നെയും കുഞ്ഞിക്കോഴി, കുഞ്ഞിപ്പൂച്ചേ കുഞ്ഞിപ്പൂച്ചേ എവിടെ പെയ്തു നല്ല മഴ, വീടിന് മീതെ നല്ല മഴ, ചറപറ ചറപറ നല്ല മഴ. ഇതുപോലെ പ്രാസമുള്ള വരികൾ എഴുതി ചേർത്ത് ഈ വരികൾ പൂർത്തിയാക്കുക. അടുത്ത ആക്ടിവിറ്റി കാർഡ് മഴയും മലയും. വായിക്കാം, എഴുതാം.
മഴയും മലയും കൂട്ടുകാരാണ്. മഴ പറഞ്ഞു ഞാൻ നിൻ്റെ മീതെ പെയ്യും. മല പറഞ്ഞു നീ പെയ്യുമ്പോൾ ഞാനാകെ നനയും പിന്നെ തളിർക്കും. ആദ്യത്തെ ചോദ്യം, ആരൊക്കെയാണ് കൂട്ടുകാർ? മഴയും മലയും. മഴ എന്താണ് പറഞ്ഞത്? മഴ പറഞ്ഞത് മലയുടെ മുകളിൽ മഴ പെയ്യുമെന്നാണ് പറഞ്ഞത്. മൂന്നാം ചോദ്യം, പിന്നെ തളിർക്കും. എന്തൊക്കെയാണ് മലയിൽ തളിർക്കുന്നത്? മരങ്ങൾ, ചെടികൾ, വിത്തുകൾ എന്നിവ മലയിൽ തളിർക്കും. 3 ചോദ്യത്തിനും ഉത്തരം എഴുതി പ്രവർത്തനം പൂർത്തിയാക്കുക. അടുത്തത്, മഴവെള്ളം എവിടെ പോയി? മഴ മാറി. കമലയും വിമലയും മുറ്റത്തിറങ്ങി. മഴവെള്ളം എവിടെ? കമല ചോദിച്ചു. മഴവെള്ളം മണ്ണിൽ താഴ്ന്നു. വിമല മറുപടി പറഞ്ഞു. വിമല പറയുന്നത് ശരിയാണോ എന്നറിയണം. കമല പരീക്ഷണം ചെയ്യാൻ തുടങ്ങി. പരീക്ഷണം ചെയ്യാൻ കമല ഉപയോഗിച്ച സാധനങ്ങൾ താഴെ നൽകിയിട്ടുണ്ട്. അവയ്ക്ക് ചുറ്റും നമുക്ക് വട്ടം വരയ്ക്കാം. പരീക്ഷണം ചെയ്യാൻ കമല ഉപയോഗിച്ച സാധനങ്ങൾ ചുറ്റും വട്ടം വരയ്ക്കാനാണ്. കമലയ്ക്ക് വേണ്ട സാധനങ്ങൾ ഇവയാണ്. വെള്ളം വേണം, ഒരു പാത്രം വേണം, കുറച്ച് മണ്ണ് വേണം. തെറ്റാതെ കൂട്ടുകാർ ഈ വെള്ളം ഇരിക്കുന്ന പാത്രം, അല്ലാതെയുള്ള പാത്രം, മണ്ണ് എന്നിവയ്ക്ക് നേരെ വട്ടം വരച്ച് പ്രവർത്തനം ചെയ്യുക. അടുത്തത്, കമല ചെയ്ത പരീക്ഷണത്തിലെ കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അവ ക്രമത്തിലല്ല നൽകിയിരിക്കുന്നത്. അവ ക്രമത്തിലാക്കി എഴുതാനാണ് പ്രവർത്തനം. ക്രമത്തിൽ എഴുതുമ്പോൾ ആദ്യം പാത്രം എടുത്തു, രണ്ടാമത് പാത്രത്തിൽ മണ്ണിട്ടു, മൂന്നാമത് മണ്ണിൽ വെള്ളമൊഴിച്ചു, അവസാനം വെള്ളം മണ്ണിൽ താഴ്ന്നു. ഇത്രയുമാണ് അവർ ചെയ്ത പരീക്ഷണത്തിൻ്റെ പ്രധാന ഘട്ടങ്ങൾ. അടുത്ത ആക്ടിവിറ്റി കാർഡ്, വരികൾ കൂട്ടിച്ചേർക്കാം. മഴയാത്ര. ചന്നം പിന്നം മഴ പെയ്യുമ്പോൾ മഞ്ഞപ്പുള്ളിക്കുടയുമെടുത്തവൾ മഴ കാണാനായി പോകുന്നു, മലയുടെ മീതെ പോകുന്നു. ചന്നം പിന്നം മഴ പെയ്യുമ്പോൾ മഞ്ഞപ്പുള്ളിക്കുടയുമെടുത്തവൾ മഴ കാണാനായി പോകുന്നു, പുഴയുടെ കരയിൽ പോകുന്നു. ബാക്കി വരികൾ എഴുതി ചേർക്കാനാണ് പ്രവർത്തനം. ആ വരികൾ ഇങ്ങനെയാണ്. ചന്നം പിന്നം മഴ പെയ്യുമ്പോൾ മഞ്ഞപ്പുള്ളി കുടയുമെടുത്തവൾ മഴ കാണാനായി പോകുന്നു, പാടവരമ്പിൽ പോകുന്നു. അടുത്ത ആക്ടിവിറ്റി കാർഡ്, അമ്മക്കോഴിക്കുണ്ടല്ലോ കുഞ്ഞിക്കോഴികൾ 5 എണ്ണം, തുള്ളിപ്പാഞ്ഞ് നടക്കുന്നവയിൽ 2 ഉണ്ടല്ലോ കറുമ്പന്മാർ, മഞ്ഞ നിറത്തിൽ 2 എണ്ണം, ബാക്കി 1 എണ്ണം തൂവെള്ള. അപ്പോൾ നമുക്ക് താഴെ അമ്മക്കോഴിയുടെ 5 കുഞ്ഞുങ്ങളെ വരയ്ക്കണം. 5 കോഴിക്കുഞ്ഞുങ്ങളെയാണ് വരയ്ക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് 2 കറുത്ത കോഴിക്കുഞ്ഞുങ്ങളും 2 മഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളും 1 വെള്ള കോഴിക്കുഞ്ഞുങ്ങളുമാണ്. കോഴിക്കുഞ്ഞുങ്ങൾ ഇതുപോലെ വരച്ച് നിറം നൽകി പ്രവർത്തനം പൂർത്തിയാക്കുക. അടുത്ത ആക്ടിവിറ്റി കാർഡ്, ഹൗ മെനി ചിക്സ്, എത്ര കോഴിക്കുഞ്ഞുങ്ങളുണ്ടെന്ന് കണ്ടെത്തി എഴുതാനാണ്. കോഴിക്കൂടിൻ്റെ മുകളിൽ 4 കോഴിക്കുഞ്ഞും അമ്മക്കോഴിയുടെ അടുത്ത് 3 കോഴിക്കുഞ്ഞും. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഹൗ മെനി ചിക്സ് ഡസ് ദി മദർ ഹെൻ ഹാവ്? അമ്മക്കോഴിക്ക് ആകെ മുഴുവൻ 7 കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. ഹൗ മെനി ചിക്സ് ആർ നിയർ ടു ദി മദർ ഹെൻ? അമ്മക്കോഴിയുടെ അടുത്ത് 3 കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. ഹൗ മെനി ചിക്സ് ആർ ഓൺ അപ്പോൺ ദി കൂപ്പ്? കോഴിക്കൂടിൻ്റെ മുകളിൽ 4 കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. 1 ചിക്ക് ഫ്ലൂ ഫ്രം ദി ടോപ്പ് ഓഫ് ദ കൂപ്പ് ടു ഹെർ മദർ. ഒരു കോഴിക്കുഞ്ഞ് കോഴിക്കൂടിൻ്റെ മുകളിൽ നിന്ന് അമ്മയുടെ അടുത്തേക്ക് പറന്നു വന്നപ്പോൾ അമ്മയുടെ അടുത്ത് ആകെ മുഴുവൻ 4 കോഴിക്കുഞ്ഞ്. ഇഫ് 2 ചിക്സ് ഫ്ലൂ ഡൗൺ ഫ്രം ദി കൂപ്പ്, കൂടിൻ്റെ മുകളിൽ നിന്ന് അമ്മയുടെ അടുത്ത് വന്നപ്പോൾ ഹൗ മെനി ചിക്സ് വിൽ ബി ദെയർ ഇൻ ഓഫ്? റൂഫിൻ്റെ മുകളിൽ 2 കോഴിക്കുഞ്ഞുങ്ങളാണ് ബാക്കി വരുന്നത്. അപ്പോൾ അമ്മയുടെ അടുത്ത് നേരത്തെ 3 എണ്ണം ഉണ്ടായിരുന്നു, അതിലൂടെ 2 ആകുമ്പോൾ 5 കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. അടുത്ത ഇഫ് 3 ചിക്സ്, കോഴിക്കൂടിൻ്റെ മുകളിൽ നിന്ന് 3 കുഞ്ഞുങ്ങൾ പറന്ന് അമ്മയുടെ അടുത്ത് എത്തിയപ്പോൾ റൂഫിൽ ഹൗ മെനി ചിക്സ് വിൽ ബി ഓൺ ദി റൂഫ്? കോഴിക്കൂടിൻ്റെ മുകളിൽ 1 കോഴിക്കുഞ്ഞും. ഹൗ മെനി വിൽ ബി ഓൺ ദി ഗ്രൗണ്ട്? അമ്മ അഥവാ തള്ളക്കോഴിയുടെ അടുത്ത് 6 കോഴിക്കുഞ്ഞുങ്ങളാണ് കാണുന്നത്. അടുത്ത ആക്ടിവിറ്റി കാർഡ്, പിക്ചേഴ്സ് വിത്ത് നമ്പർ. ഇവിടെ നമ്പേഴ്സ് വെച്ച് കുറച്ച് പിക്ചർ നൽകിയിട്ടുണ്ട്. നമ്പർ 1 തൊട്ട് നമ്പർ 9 വരെ, 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് ഉപയോഗിച്ച് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. കൂട്ടുകാർ ആ ഡോട്ടിട്ട സ്ഥലത്തിൻ്റെ മുകളിലൂടെ വരച്ച് ഈ ആക്ടിവിറ്റി പൂർത്തിയാക്കുക. നൗ ഡ്രോ നമ്പർ പിക്ചേഴ്സ്. അതുപോലെ താഴെയുള്ള കളങ്ങളിൽ ഈ നമ്പേഴ്സ് വെച്ച് പിക്ചേഴ്സ് കൂട്ടുകാർ വരയ്ക്കുക. ഇവിടെ നമ്പർ 1, നമ്പർ 5, നമ്പർ 9, നമ്പർ 7, നമ്പർ 4, നമ്പർ 2 എന്നിവ വെച്ച് വരച്ചിട്ടുണ്ട്. അടുത്ത ആക്ടിവിറ്റി കാർഡ്, പാടി രസിക്കാം, കണ്ടെത്തി എഴുതാം. തേനും തേടി പൂമ്പാറ്റ, പുള്ളിച്ചിറകു വിരിച്ചെത്തി, ചിൽച്ചിൽ പാടി പൂവാലൺ, ചാടിച്ചാടി വരുന്നല്ലോ,
മൂളിപ്പാട്ടും പാടി വണ്ടുകൾ തുമ്പപ്പൂവിലിരുന്നല്ലോ കുഞ്ഞിക്കാറ്റത് കാണുന്നു ഉള്ളു തുറന്നു ചിരിക്കുന്നു. വരികളിൽ ഈ ചിത്രത്തിൽ കാണുന്ന ജീവികളെ സംബന്ധിച്ച് വരുന്ന വരികൾ ഇവിടെ താഴെ എഴുതാനാണ്. വണ്ടിൻ്റെ മൂളിപ്പാട്ടും പാടി വണ്ടുകൾ തുമ്പപ്പൂവിലിരുന്നല്ലോ, പൂമ്പാറ്റയുടെ തേനും തേടി പൂമ്പാറ്റ പുള്ളിച്ചിറകു വിരിച്ചെത്തി. അണ്ണാൻ്റെ ആകുമ്പോൾ ചിൽച്ചിൽ പാടി പൂവാലൻ ചാടിച്ചാടി വരുന്നല്ലോ. അടുത്ത ആക്ടിവിറ്റി കാർഡ് നീലിയുടെ പൂന്തോട്ടം. നീലി പൂന്തോട്ടത്തിലെത്തി. പലതരം പൂക്കൾ, വെള്ള, നീല, മഞ്ഞ, ചുവപ്പ്. പൂമ്പാറ്റകൾ പാറിപ്പറക്കുന്നു. എന്ത് ചന്തം! നീലി തുള്ളിച്ചാടി. ആദ്യത്തെ പ്രവർത്തനം നീലിയുടെ പൂന്തോട്ടത്തിൽ എന്തൊക്കെ കാണാൻ കഴിയുന്നുണ്ടെന്ന് എഴുതി നോക്കാനാണ്. വലിയ പൂന്തോട്ടം, നിറയെ പൂക്കൾ, പല നിറങ്ങളിൽ, വെള്ള, നീല, മഞ്ഞ, ചുവപ്പ്. പൂന്തോട്ടം മുഴുവൻ വിവിധ മണങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. തുമ്പിയും പൂമ്പാറ്റയും പൂക്കളിൽ നിന്ന് പാറിപ്പറക്കുന്നു. ഇത്രയുമാണ് അവിടുത്തെ കാഴ്ചകൾ. അതുപോലെ തന്നെ നീലിയുടെ പൂന്തോട്ടം കൂട്ടുകാർ അതിമനോഹരമായി നിറം നൽകുകയും ചെയ്യുക. അടുത്ത ആക്ടിവിറ്റി കാർഡ് ചെടി മുളച്ചേ ചെടി വളർന്നേ. അതാ ഒരു വിത്ത്, ആന പറഞ്ഞു. ആമ കുഴിച്ചിടാം. ആന വെള്ളം ഒഴിച്ചു. ആമ വളമിട്ടു. ചെടി മുളച്ചു. വിട്ടുപോയ കാര്യങ്ങൾ എഴുതി ചേർക്കാനുണ്ട്. ചെടി വളർന്നു. ആദ്യം ഞാൻ ഇല, ചെടിക്ക് വേണ്ട ആഹാരം പാകം ചെയ്യും. അടുത്തത് പുഷ്പം, ഞാൻ ഏറ്റവും മുകളിൽ നിൽക്കുന്നു. അടുത്തത് തണ്ടാണ്, ഞാൻ തണ്ട്, ഞാൻ എല്ലാവരെയും കൂട്ടി നിർത്തുന്നു. അടുത്ത ആക്ടിവിറ്റി കാർഡ് മാമ്പഴ കൊതിയന്മാർ. ചിത്രത്തിലെ ജീവികൾ കൂട്ടുകാർ ശ്രദ്ധിക്കുക. പഴുത്ത മാമ്പഴം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഓരോരുത്തരും മാമ്പഴത്തെപ്പറ്റി എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നോക്കാം. ജിറാഫ് പറഞ്ഞു, ഹായ് ചുവന്ന മാമ്പഴം. ആന, ഹായ് മണമുള്ള മാമ്പഴം. പൂമ്പാറ്റ പറഞ്ഞു, ഹായ് നിറമുള്ള മാമ്പഴം. ഉറുമ്പ്, ഹായ് മധുരമുള്ള മാമ്പഴം. കിളി, ഹായ് അഴകുള്ള മാമ്പഴം. അടുത്ത ആക്ടിവിറ്റി കാർഡ് നിറം കൊടുക്കൂ നിറം എഴുതൂ. മുല്ല ചിരിച്ചു, നല്ല വെളുത്ത നിറം. ചെമ്പരത്തി നാണിച്ചു, ഹായ് ചുവന്ന നിറം. കളങ്ങളിൽ നിറം എഴുതി പൂക്കൾക്ക് നിറവും നൽകുക. അടുത്തത് ശംഖുപുഷ്പം കിണുങ്ങി, ആ നീല നിറം. കണിക്കൊന്ന തിളങ്ങി, അമ്പട മഞ്ഞ നിറം. ഇവ രണ്ടുകൾക്കും നീലയും മഞ്ഞയും നിറം നൽകുക. അടുത്ത ആക്ടിവിറ്റി കാർഡ് ഓ ദ ബലൂൺസ് ഫ്ലൂ അവേ കൗണ്ട് ആൻഡ് റൈറ്റ്. കുരങ്ങൻ്റെ കയ്യിലുള്ള ബലൂണുകൾ പറന്നു പോകുന്നു, കുറച്ച് കയ്യിലുണ്ട്, അവ എണ്ണി എഴുതാനാണ്. ചിങ്കൻ്റെ കയ്യിൽ ആകെ 6 ബലൂണുണ്ട്. പറന്നുപോയത് ആകെ മുഴുവൻ 3 ബലൂണാണ്. അത് നമുക്ക് അതിന് നേരെ എഴുതാം. ഞാനത്തെ ചോദ്യം, ഹൗ മെനി ബലൂൺസ് ആർ ലെഫ്റ്റ് വിത്ത് ഹിം? ചിങ്കൻ്റെ കയ്യിൽ 6 ബലൂണാണ് ഉള്ളത്. എണ്ണി എഴുതി. അടുത്തത് ഹൗ മെനി ഫ്ലൂ അവേ, എത്ര എണ്ണം പറന്നുപോയി? 3 ബലൂണുകളാണ് പറന്നുപോയത്. കൗണ്ട് ആൻഡ് റൈറ്റ് ദി ടോട്ടൽ നമ്പർ ഓഫ് ബലൂൺ. ആകെ ചിങ്കൻ്റെയിൽ പറന്നുപോയതും കയ്യിലുള്ളതും ചേർത്ത് 9 ബലൂണുകളാണ് ഉള്ളത്. കൂട്ടുകാർ മറക്കാതെ ബലൂണുകൾക്ക് ഇതുപോലെ വ്യത്യസ്തമായ നിറം നൽകി ആക്ടിവിറ്റി പൂർത്തിയാക്കുക. അടുത്ത ആക്ടിവിറ്റി ലെറ്റ്സ് ഈറ്റ് ഫിഷ്. നമുക്ക് മീൻ തിന്നാം. ലുക്ക് അറ്റ് ദ ഫിഷ് ദാറ്റ് മിന്നു ക്യാറ്റ് ഗേവ് ഹെർ കിറ്റൻസ്. മിന്നു പൂച്ച കുഞ്ഞുങ്ങൾക്ക് നൽകിയ മീൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ഓരോരുത്തർക്കും എത്ര എണ്ണം വെച്ച് കിട്ടിയെന്ന് കണ്ടുപിടിക്കാം. ഓരോരുത്തർക്കും കിട്ടിയത് ഈ പാത്രങ്ങളിലുണ്ട്. ആദ്യം നമുക്ക് പാത്രങ്ങളിലുള്ള മീനുകളുടെ എണ്ണം അതിന് നേരെ എഴുതാം. ഒന്നാമത്തെ പാത്രത്തിൽ 4, രണ്ടാമത്തെ പാത്രത്തിൽ 6, മൂന്നാമത്തെ പാത്രത്തിൽ 9, നാലാമത്തെ പാത്രത്തിൽ 8. ഇനി അവയ്ക്ക് നേരെ വരച്ചു കൊടുക്കുക. ഒന്നാമത്തെ പൂച്ചയ്ക്ക് 8, രണ്ടാമത്തെ പൂച്ചയ്ക്ക് 6, മൂന്നാമത്തെ പൂച്ചയ്ക്ക് 4, നാലാമത്തെ പൂച്ചയ്ക്ക് 9 എന്നിങ്ങനെയാണ് മീൻ കിട്ടിയത്. അടുത്ത ആക്ടിവിറ്റി കാർഡ് ലെറ്റ്സ് മേക്ക് എ നെക്ലേസ്. ഇവിടെ ഒരു നെക്ലേസ് ഉണ്ടാക്കാനാണ്. ആ നെക്ലേസിൽ പേളും സ്റ്റാർസും ലീവ്സും ഒക്കെ വേണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 8 മുത്തുകൾ വേണമെന്നാണ്. അതുപോലെ 4 ഇലയും 2 നക്ഷത്രവും വേണം. ആ പൂ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. കൂട്ടുകാർ ശ്രദ്ധിച്ച് നോക്കുക. 8 പേള്, 4 ലീവ്സ്, 2 സ്റ്റാർ. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് ദ വേ ഓഫ് ബി. ഇവിടെ ഒരു തേനീച്ച പൂക്കളിൽ നിന്ന് വേറെ പൂക്കളിലേക്ക് പറന്നു പോകുന്നു. അത് പറക്കുന്നത് ഒരു രീതിയിലാണ്. അതായത് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ആദ്യം ഒരു പൂവിൽ പോയി, പിന്നെ 3 പൂവിൽ, പിന്നെ 5 പൂവിൽ, അത് കഴിഞ്ഞപ്പോഴാണ് വരുന്നത്. അപ്പോൾ 7 പൂവിൽ, അവസാനം 9 പൂവിലാണ് വരുന്നത്. അപ്പോൾ അത്രയും പൂക്കൾ ഈ വട്ടങ്ങളിൽ ഇതുപോലെ കൂട്ടുകാർ വരച്ച് ചേർക്കുക. പൂക്കളുടെ എണ്ണം കൃത്യമായി വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ഓണം വന്നേ, ഓണക്കാലമെത്തി. അമ്മവും കൂട്ടുകാരും ശേഖരിച്ച പൂക്കൾ ഇവിടെ നൽകിയിട്ടുണ്ട്. പൂക്കൾക്ക് നിറം നൽകുക, അതുപോലെ പേരും എഴുതുക. കൂട്ടുകാർ ഓരോ പൂക്കൾക്കും ഇതുപോലെ
പേരും നിറവും നൽകുക. പേര് ഒന്നാമത്തെ ചെമ്പരത്തി, 2 റോസ, മൂന്നാമത്തെ താമരയാണ്. അത് കഴിഞ്ഞ് ശംഖുപുഷ്പമുണ്ട്, കാക്കപ്പൂവുണ്ട്, സൂര്യകാന്തിയുണ്ട്. ഇവയ്ക്കെല്ലാം അതാത് നിറങ്ങൾ നൽകി പൂർത്തിയാക്കുക. അമ്മുവിന് കൂട്ടുകാർക്കും മുത്തശ്ശി കുറച്ച് പഴം നൽകിയതിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. വാഴപ്പഴം, മുന്തിരി, ആപ്പിൾ, മാമ്പഴം, തണ്ണിമത്തൻ, കശുമാങ്ങ എന്നിവയാണവ. അവയ്ക്കും പേരെഴുതി നിറം നൽകുക. അടുത്ത ആക്ടിവിറ്റി കാർഡ് മാനത്തെ പപ്പടവട്ടം. മാനത്തുണ്ടൊരു പപ്പടവട്ടം, തൊട്ടാ പൊട്ടാത്തൊരു വട്ടം, പൊടി പൊടിയാത്തൊരു ചെറുവട്ടം, താഴെ പോരാത്തൊരു വട്ടം. ആരെക്കുറിച്ചാണ് ഈ കടങ്കവിത എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇത് അമ്പിളിമാമനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കതിന് നേരെ ചന്ദ്രൻ അല്ലെങ്കിൽ അമ്പിളിമാമൻ എന്ന് എഴുതാം. അടുത്തത് ഈ കടങ്കഥ ഉപയോഗിച്ച് ചോദ്യപ്പാട്ടുകൾ ഉണ്ടാക്കാനാണ്. 2 ചോദ്യമുണ്ട് നൽകിയിട്ടുണ്ട്. മാനത്തുള്ളത് ആരാണ്? താഴെ പോരാത്തത് ആരാണ്? അടുത്ത 2 ചോദ്യം, തൊട്ടാൽ പൊട്ടാത്തത് ആരാണ്? പൊടി പൊടിയാത്തത് ആരാണ്? എല്ലാത്തിൻ്റെ ഉത്തരം ചന്ദ്രനാണ്. അടുത്ത ആക്ടിവിറ്റി കാർഡ് കുഞ്ചുവിൻ്റെ വഞ്ചി. കുഞ്ചുവിൻ്റെ വഞ്ചി, വഞ്ചിയിലൊരു സഞ്ചി, സഞ്ചിയിൽ എന്തുണ്ടെന്നറിയണ്ടേ, കുഞ്ചുവിനോടത് ചോദിക്കാം, ഇത്തിരിയുണ്ടേ മൈലാഞ്ചി, ഒത്തിരിയുണ്ടേ പഞ്ചാര, അഞ്ചുണ്ടല്ലോ മഞ്ചാടി, ഇഞ്ചിയുമുണ്ട് 2 എണ്ണം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. സഞ്ചിയിൽ ഉള്ളത് വഞ്ചിയിൽ എഴുതാനാണ്. ആദ്യം സഞ്ചി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് മൈലാഞ്ചിയുണ്ട്, പഞ്ചാരയുണ്ട്, മഞ്ചാടിയുണ്ട്, ഇഞ്ചിയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കുഞ്ചുവിൻ്റെ സഞ്ചിയിലുള്ളത്. അടുത്ത ആക്ടിവിറ്റി കാർഡ് ആഘോഷങ്ങൾ എന്നൊരു ആക്ടിവിറ്റി കാർഡാണ്. ഇവിടെ കൂട്ടുകാർ ചെയ്ത കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ ചെയ്തു എന്ന് എഴുതാനാണ്. ഉദാഹരണം, സദ്യ ഉണ്ടാക്കി, പൂക്കളമിട്ടു, ഊഞ്ഞാലാടി, കേക്ക് മുറിച്ചു, പുൽക്കൂടൊരുക്കി, നക്ഷത്രം തൂക്കി എന്നിവയാണ്. അടുത്ത ആക്ടിവിറ്റി കാർഡ്, ഇവിടെ കുറച്ച് ആനിമൽസ് നൽകിയിട്ടുണ്ട്. അവയ്ക്ക് നേരെ അതിൻ്റെ നമ്പേഴ്സ് മുകളിൽ നൽകിയിരിക്കുന്ന കോളങ്ങളിൽ നിന്ന് എഴുതുക. ആനയുടെ വരുമ്പോൾ 4+3, അങ്ങനെ 7 ഉണ്ട്. കോഴിക്കുഞ്ഞ് വരുമ്പോൾ 6+3, അതാകുമ്പോൾ 9. ഗോട്ട് ആട് വരുമ്പോൾ 4-2. ക്യാറ്റ് പൂച്ച വരുമ്പോൾ 1+7. കൗ വരുമ്പോൾ 9-5. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് കിട്ടുണ്ണീസ് ഫിഷിംഗ്. നമ്പർ ഓഫ് ഫിഷസ് ഇൻ കിട്ടുണ്ണീസ് ബാസ്ക്കറ്റ്. കിട്ടുണ്ണിയുടെ ബാസ്ക്കറ്റിൽ 7 മീനുകളുണ്ട്. ഇതിൽ 3 എണ്ണം കാക്കകൾ കുത്തിക്കൊണ്ടുപോയി. അപ്പോൾ ബാക്കി എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം. അതായത് 7 എണ്ണം ഉണ്ടായിരുന്നു, 3 എണ്ണം പോയപ്പോൾ 7-3, അപ്പോൾ 4, 4 എണ്ണമാണ് ബാക്കിയുള്ളത്. കിട്ടുണ്ണിയുടെ മീൻപിടുത്തം. കിട്ടുണ്ണി പിന്നെയും മീൻ പിടിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു പാമ്പിനെ കിട്ടി. അപ്പോൾ കിട്ടുണ്ണി ഒച്ച വെച്ചത് ഇങ്ങനെയാണ്, അയ്യോ പാമ്പ് എന്നാണ്. പിന്നെയും കാക്കകൾ വന്ന് കിട്ടുണ്ണിയുടെ കയ്യിൽ നിന്ന് മീൻ എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ കിട്ടുണ്ണിയുടെ ബാസ്ക്കറ്റിൽ 1 മീനാണുള്ളത്. അതുപോലെ തന്നെ കാക്കകൾ കിട്ടുണ്ണിയുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയ മീനുകളുടെ എണ്ണമെന്ന് പറയുന്നത് 3 കാക്കകൾ ഉണ്ടായിരുന്നപ്പോൾ 3 മീനാണ് ആകെ മുഴുവൻ എടുത്തുകൊണ്ട് പോയത്. വേലുണ്ണി ആൻഡ് ദി മങ്കീസ്. ഇവിടെ വേലുണ്ണിയും കുറച്ച് മങ്കികളുമുണ്ട്. 6 കുരങ്ങന്മാരുണ്ട്. അവയിൽ 4 പേരുടെ കയ്യിൽ തൊപ്പിയുണ്ട്. വേലുണ്ണിയുടെ ബാസ്ക്കറ്റിൽ ബാക്കി 3 തൊപ്പികളുണ്ട്. നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, എത്ര മങ്കി ഉണ്ടായിരുന്നു എന്നാണ്. കുരങ്ങന്മാരുടെ എണ്ണം 6 ആണ്. ഹൗ മെനി ഹാറ്റ്സ്. കുരങ്ങന്മാരുടെ കയ്യിൽ 4 തൊപ്പി ഉണ്ടായിരുന്നു. ഹൗ മെനി ഹാറ്റ്സ് ദെയർ ഇൻ ദി ബാസ്ക്കറ്റ്. ബാസ്ക്കറ്റിൽ ബാക്കി 3 തൊപ്പികളാണുള്ളത്. അടുത്തത് ടോട്ടൽ നമ്പർ ഓഫ് ഹാറ്റ്. ആകെ മുഴുവൻ 7 തൊപ്പിയുണ്ട്. 3 എണ്ണം കൊട്ടയിലും 4 എണ്ണം കുരങ്ങന്മാരുടെ മുകളിലും. ഇപ്പം എല്ലാ കുരങ്ങന്മാരും തൊപ്പിയെടുത്താൽ ബാക്കി എത്ര എണ്ണം കൊട്ടയിൽ കാണുന്നു കണ്ടുപിടിക്കണം. നമുക്കറിയാം 6 കുരങ്ങന്മാരുണ്ട്, 7 തൊപ്പിയുണ്ട്. അപ്പോൾ ബാക്കി 1 വരുന്നത്. അടുത്ത ആക്ടിവിറ്റി കാർഡ് പോണ്ട് ആൻഡ് ലാൻഡ്. കുളങ്കരയാണ്. ഇവിടെ ആദ്യത്തെ ചിത്രത്തിൽ 2 കുട്ടികൾ പോണ്ടിലും 4 കുട്ടികൾ ഗ്രൗണ്ടിലുമാണ്. അപ്പോൾ അങ്ങനെ മുഴുവൻ 6 എണ്ണം വരും. രണ്ടാമത്തെ ചിത്രത്തിൽ 3 പേര് പോണ്ടിലും 3 പേര് ലാൻഡിലുമാണ്. ടോട്ടൽ 6. മൂന്നാമത്തെ ചിത്രത്തിൽ 5 പേര് അകത്തും ഒരാൾ വെളിയിലുമാണ്. 5 ഇൻ ദി പോണ്ട്, 1 ഇൻ ദി ലാൻഡ്, ടോട്ടൽ 6. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ്, ഇവിടെ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച് ചിത്രം വരയ്ക്കാനാണ്. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് 5 പൂക്കൾ വേണം, അതുപോലെ 4 തേങ്ങ വേണം, 3 പറക്കുന്ന ബട്ടർഫ്ലൈസ് വേണം, 4 കോഴിക്കുഞ്ഞുങ്ങളും വേണം. അവ നമ്മൾ ഇതിൽ വരച്ചിട്ടുണ്ട്. നമുക്കിവിടെ ചെയ്യേണ്ടത് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ഫ്ലവറിൻ്റെ കാര്യത്തിൽ 1 ഉണ്ടായിരുന്നു, 4 വരച്ച് ചേർത്തു, അങ്ങനെ ടോട്ടൽ 5. രണ്ടാമത്തത് തേങ്ങയുടെയാണ്, 2 എണ്ണം ഉണ്ടായിരുന്നു, 2 എണ്ണം കൂടെ വരച്ച് ചേർത്തു, അപ്പോൾ ടോട്ടൽ 4. പിന്നെ ബട്ടർഫ്ലൈ ആണ്, 1 എണ്ണം ഉണ്ടായിരുന്നു, 2 എണ്ണം വരച്ച് ചേർത്തു, അപ്പോൾ ടോട്ടൽ 3. ലാസ്റ്റ് ചിക്സ് ആണ്, 1 ഉണ്ടായിരുന്നു, 3 എണ്ണം കൂടെ വരച്ച് ചേർത്തു, ടോട്ടൽ 4. അടുത്ത ആക്ടിവിറ്റി കാർഡ് വായിച്ച് വരയ്ക്കാനാണ്. ഒന്നാമത്തെ ചിത്രത്തിൽ ഒരു വീടും ഒരു കോഴിക്കുഞ്ഞും വരയ്ക്കണം, അത് വരച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു ചുവന്ന
ചെടി വരയ്ക്കാനാണ്, അതും വരച്ചു. മൂന്നാമത്തേതിൽ മരക്കൊമ്പിൽ ഒരു കിളി, താഴെ ഒരു കുട്ടി, അത് വരച്ചിട്ടുണ്ട്. അവസാനം ആകാശ്, അമ്പിളിമാമനും കുറേ നക്ഷത്രങ്ങളൊന്നുമാണ്. ഇവ കൂട്ടുകാർ നോക്കി വരയ്ക്കുക. അടുത്ത ആക്ടിവിറ്റി കാർഡ് ആനയെ കണ്ടപ്പോൾ എന്നാണ്. ഇവിടെ വരച്ച് നിറം നൽകാനാണ്. ഇവിടെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് കുട്ടിയുടെ കയ്യിലൊരു പഴം വരയ്ക്കണം, പെൺകുട്ടിയുടെ കയ്യിൽ പുസ്തകങ്ങൾ വരയ്ക്കണം, ആനയുടെ മുകളിലൊരു പക്ഷി, മരത്തിനില, ഇത്രയും കാര്യങ്ങൾ വരച്ച് നിറം നൽകി പ്രവർത്തനം പൂർത്തിയാക്കാനാണ്. അടുത്ത ആക്ടിവിറ്റി കാർഡ് എലിയും പൂച്ചയും കണ്ടപ്പോൾ അവർ ചിന്തിച്ചത് എന്തെന്ന് എഴുതാനാണ്. എലി ആദ്യം ചിന്തിച്ചത് അയ്യോ പൂച്ച, ഞാൻ ഇനി എന്തു ചെയ്യുമെന്ന് എലി ചിന്തിച്ചു. അപ്പോൾ പൂച്ച ചിന്തിച്ചത് ഹായ്, എന്തായിരിക്കും ചിന്തിച്ചത്? അപ്പോൾ ഇന്നത്തെ അത്താഴമായില്ലേ, ഹായ് എലി, ഇന്നത്തെ എൻ്റെ ആഹാരം, ഇത്രയുമായിരിക്കാം പൂച്ച എലിയെ കണ്ടപ്പോൾ ചിന്തിച്ചത്. അടുത്ത ആക്ടിവിറ്റി കാർഡ് പൂ, പഴം, പച്ചക്കറി. ഇവിടെ നൽകിയിരിക്കുന്നവയെ താഴെയുള്ള കൊട്ടയിൽ എഴുതാനാണ്. പൂക്കളായി, പഴങ്ങളായി, പച്ചക്കറികളായി. പൂക്കൾ ചെമ്പരത്തി, മുല്ല, ആമ്പൽ, കോളാമ്പി, പനിനീർ. പഴങ്ങളിൽ ആപ്പിൾ, ചക്ക, മുന്തിരി, ഓറഞ്ച്, വാഴപ്പഴം. പച്ചക്കറികളിൽ ചീര, വെള്ളരി, വഴുതന, പാവയ്ക്ക, വെണ്ടയ്ക്ക. അടുത്ത ആക്ടിവിറ്റി കാർഡ് ഒളിഞ്ഞിരിക്കുന്നവരെ കണ്ടെത്താനാണ്. ഇവിടെ കുറച്ച് പലഹാരങ്ങളുടെ പേരുണ്ട്. അവയിൽ മധുരമുള്ളവയ്ക്ക് മഞ്ഞ നിറവും മധുരമില്ലാത്തവയ്ക്ക് നീല നിറവും കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒളിഞ്ഞിരിക്കുന്നത് ഒരു ഈച്ചയാണെന്ന്. അടുത്ത ആക്ടിവിറ്റി കാർഡ് ഹൂസ് കൈറ്റ്. ഇവിടെ നൽകിയിരിക്കുന്ന പട്ടം ആരുടെ എന്ന് വരച്ചു ചേർക്കാനാണ്. പൂച്ചയുടെ 11ാമത്തെ പട്ടമാണ്, ആനയുടെ 15ാമത്തെ, ഉറുമ്പിൻ്റെ 9ാമത്തെ, ആമയുടെ 10ാമത്തെ, പക്ഷിയുടെ 6ാമത്തെ. അടുത്തതും ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ആരാന്ന് കണ്ടുപിടിക്കാനുള്ള ആക്ടിവിറ്റി കാർഡാണ്. ഇവയെ ഓരോന്ന് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരങ്ങൾ ആദ്യത്തെ 8, രണ്ടാമത്തെ 4, മൂന്നാമത്തെ 6, നാലാമത്തെ 3, അഞ്ചാമത്തെ 9, ആറാമത്തെ 5, 10ാമത്തെ 10 എന്നാണ്. ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു മീനാണ്, ഒരു ഫിഷ്. ഇങ്ങനെ വരച്ച് ചേർത്ത് ഈ പ്രവർത്തനം പൂർത്തിയാക്കുക. നേരത്തെ ആക്ടിവിറ്റി കാർഡ് പോലെ ഒരു ആക്ടിവിറ്റി കാർഡാണ്. ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ അതിൻ്റെ ഉത്തരം എഴുതുക. എന്നിട്ട് താഴെയുള്ള ഉറുമ്പിന് വഴി കാണിച്ചു കൊടുക്കാനാണ്. ഇവിടെ ഉത്തരം വരുമ്പോൾ ഇങ്ങനെയാണ്: 2, 9, 7, 3, 6, 5, 4 എന്നിങ്ങനെയാണ്. ഈ സംഖ്യകൾ താഴെയുള്ള കളത്തിൽ കളർ ചെയ്ത് വലിയ ഉറുമ്പിന് ചെറിയ ഉറുമ്പിൻ്റെ അടുത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക. അടുത്ത ആക്ടിവിറ്റി കാർഡ് ഇവിടെ ഒരു തോരണം നൽകിയിട്ടുണ്ട്. അവ നമ്പറിലാണ് നൽകിയിരിക്കുന്നത്. 11 മുതൽ 5 വരെയാണ്. അത് വലുതിൽ നിന്നും ചെറുതിലോട്ട് എഴുതി ഈ അക്ഷരങ്ങൾ കറക്റ്റാക്കി എഴുതാനാണ്. മുകളിലുള്ള അക്ഷരങ്ങൾ തിരിച്ച് 11 നിന്ന് 5 വരെ എഴുതുമ്പോൾ സ്വാഗതം കൂട്ടുകാരെ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് നോക്കി എഴുതി തോരണത്തിൽ എഴുതുക. അടുത്ത ആക്ടിവിറ്റി കാർഡ് ഇവിടെ ഒരു ബലൂൺ കച്ചവടക്കാരനുണ്ട്. പുള്ളിയുടെയിൽ 10 ചുവന്ന ബലൂണുണ്ട്. ബാക്കിയുള്ള ബലൂണുകളുടെ എണ്ണം മഞ്ഞയുടെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ബലൂണുകൾക്ക് നിറം നൽകാം. 10 ചുവന്ന ബലൂണും 8 മഞ്ഞ ബലൂണുമാണ് വരുന്നത്. അപ്പോൾ താഴെ നമുക്ക് കോളത്തിൽ എഴുതാം: റെഡ് ബലൂൺസ് 10, 10, യെല്ലോ ബലൂൺസ് മഞ്ഞ ബലൂൺ 8 ആണ്. അപ്പോൾ ആകെ മുഴുവൻ 10 + 8 18, 18 ബലൂണുകളാണ് ബലൂൺ കച്ചവടക്കാരൻ്റെ ആകെ മുഴുവൻ ഉള്ളത്. അടുത്ത ആക്ടിവിറ്റി കാർഡ് മനൂസ് ബർത്ത്ഡേ എന്നതാണ്. ഓരോരുത്തർക്കും കിട്ടിയ മുട്ടായിയുടെ എണ്ണം ഇവിടെ നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹു ഗോട്ട് മോസ്റ്റ് നമ്പർ ഓഫ് സ്വീറ്റ്? ഏറ്റവും കൂടുതൽ മുട്ടായി കിട്ടിയത് സോജയ്ക്കാണ്, 17 എണ്ണം. ഹു ഗോട്ട് ലീസ്റ്റ്? ഏറ്റവും കുറവ് കിട്ടിയത് അപ്പുവിനാണ്, 11 എണ്ണം. അടുത്തത് ഇവയെ വലുതിൽ നിന്ന് ചെറുതിലോട്ട് അറേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ 17, 15, 14, 13, 11 ഇങ്ങനെയാണ് വലുതിൽ നിന്ന് ചെറുതിലോട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ. അടുത്തത് ആക്ടിവിറ്റി കാർഡ് മാജിക് അങ്കിൾ എന്നൊരു ആക്ടിവിറ്റി കാർഡാണ്. ഇവിടെ കുറച്ച് നമ്പേഴ്സ് നൽകിയിട്ടുണ്ട്. അത് ഓർഡറിലാക്കി താഴെയുള്ള കുടങ്ങളിൽ എഴുതാനാണ്. ആദ്യം നമുക്ക് കണക്ക് ചെയ്ത് ഒന്നാമത്തെ നോക്കാം. നമ്പർ ബിറ്റ്വീൻ 12 and 15 അത് 13 ആണ്. 18 കഴിഞ്ഞ് വരുന്ന നമ്പർ 19 ആണ്. നമ്പർ ബൈ ആഡിങ് 10 and 4 14 ആണ്. 10 + 7 17 10 + 3 13 ആണ്. ഇനി നമുക്ക് മുകളിലത്തെ കുടങ്ങളിൽ ഈ നമ്പേഴ്സ് അറേഞ്ച് ചെയ്യാം. 11 ഉണ്ട്, 15 ഉണ്ട്. അതിൻ്റെ ഇടയിൽ വരുന്നത് 12, 13, 14. താഴെ വരുമ്പോൾ 16, 17, 18 അത് കഴിഞ്ഞ് 19. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് പേജ് നമ്പർ 51. ഐ ഷാൽ പ്ലഗ് ദി മാംഗോസ് ബട്ട് 10 മാംഗോസ് ടു മീ, ദ റെസ്റ്റ് ടു ദി ഓണർ. ഇവിടെ മാങ്ങ പറിക്കാൻ വന്നയാൾ പറഞ്ഞ ഡിമാൻഡ് പറിക്കുന്ന മാങ്ങയിൽ 10 മാങ്ങ അയാൾക്കും ബാക്കി ഓണർക്കും എന്നാണ്. നമുക്ക് നോക്കാം. ആദ്യം ചക്കരമാവിൽ ടോട്ടൽ 16 മാങ്ങ ഉണ്ടായിരുന്നു. 10 എണ്ണം കിട്ടുണിക്ക് കൊടുത്തു, ബാക്കി ഓണർക്ക് 6 എണ്ണം ലഭിച്ചു. അടുത്ത് രണ്ടാമത് മൂവണ്ടൻ മാവും ഉണ്ട്, മുത്തശ്ശി മാവും ഉണ്ട്.
ആദ്യം മൂവണ്ട മാവിൽ ടോട്ടൽ 18 എണ്ണം ഉണ്ട്. 10 എണ്ണം കെട്ടുമണിക്ക് കൊടുത്തു, ഓണറിന് 8 എണ്ണം. മുത്തശ്ശി മാവിൽ 13 എണ്ണം ഉണ്ടായിരുന്നു. 10 എണ്ണം കെട്ടുമണിക്ക്, ഓണറിന് 3 എണ്ണമാണ് കൊടുത്തത്. അടുത്ത ആക്ടിവിറ്റി കാർഡ് നെക്ലേസ് ഉണ്ടാക്കാനാണ്. ഇവിടെ ആദ്യം നടുക്ക് നൽകിയിരിക്കുന്ന സംഖ്യകൾ സബ്സ്ട്രാക്റ്റ് ചെയ്തും ആഡ് ചെയ്തും കൂട്ടിയും കുറച്ചും നമുക്ക് എഴുതാം. എഴുതുമ്പോൾ 2, 7, 11, 15 എന്ന് കിട്ടും. അത് കഴിഞ്ഞ് ഈ നെക്ലേസ് നമുക്ക് വരച്ച് ചേർക്കുക. വരച്ച് ചേർക്കുമ്പോൾ അതിമനോഹരമായൊരു 1 മുതൽ 15 വരെ മുത്തുകളുള്ള നെക്ലേസ് കിട്ടും. അടുത്ത ആക്ടിവിറ്റി കാർഡ് ചിഞ്ചു പൂച്ച ഇവിടെ ഒരാളെ ഒളിഞ്ഞിരിക്കുന്നത് കണ്ടുപിടിക്കാൻ നമ്മളോട് പറയുകയാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 10ൻ്റെ കൂട്ടങ്ങളെ കണ്ടുപിടിച്ച് അവയ്ക്ക് കളർ നൽകണം. അതായത് 10, 20 തൊട്ട് 100 വരെയുള്ളത്. നമുക്കിതിൽ കാണുമ്പോൾ മനസ്സിലാവും 80, 40, 10, 50, 30, 60, 70, 20, 90 എന്നിവയുണ്ട്. അവയ്ക്ക് കളർ കൊടുക്കുമ്പോൾ ഇതൊരു ഫിഷ്, മീനായി മാറുന്നു. അപ്പോൾ ഇതിനകത്തുള്ളത് ചിഞ്ചുവിന് ലഭിക്കുന്നത് ഒരു മീനിനെയാണ്, ഫിഷ്. അടുത്ത ആക്ടിവിറ്റി കാർഡ് കുഞ്ഞിപ്പൂച്ചയുമായി ബന്ധപ്പെട്ടാണ്. കുഞ്ഞിപ്പൂച്ചയോട് മീനുകൾ താഴെ കുളത്തിൽ നിന്ന് എന്തോ കാര്യം പറയുന്നുണ്ട്. അതെന്തെന്ന് നമുക്കൊന്ന് വായിച്ചെടുക്കാം. അത് വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാവും. നീന്താൻ വരുന്നുവെന്ന് കുഞ്ഞിപ്പൂച്ചയോട് ചോദിക്കുവാണ്. കൂട്ടുകാർ കുഞ്ഞിപ്പൂച്ചയ്ക്ക് കളർ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ആക്ടിവിറ്റി കാർഡ് ആഹാരം തേടാം. ഇവിടെ 5 ജീവികളുണ്ട്. അവയ്ക്ക് വേണ്ട ആഹാരം താഴെ നൽകിയിട്ടുണ്ട്. നമുക്ക് അവയ്ക്ക് വേണ്ട വഴി ഇതുപോലെ വരച്ചു കൊടുക്കുക. ഓരോ നിറത്തിൽ നൽകിയിരിക്കുന്ന കൂട്ടുകാർക്ക് വഴി മനസ്സിലാകാനാണ്, ശ്രദ്ധിച്ച് വരയ്ക്കുക. അതിൻ്റെ താഴെയുള്ള പട്ടികയിൽ നമുക്ക് അവയും പേരും അവയുടെ ആഹാരം എഴുതി ചേർക്കാം. പൂച്ച മീൻ, പശുവിന് പുല്ല്, കോഴിക്ക് തവിട്, പാമ്പിന് തവള, അണ്ണാന് മാങ്ങ എന്നിവയാണ് ജീവിയും അവയുടെ ആഹാരവും. അടുത്ത ആക്ടിവിറ്റി കാർഡ് കാട് വീട് എന്നൊരു പ്രവർത്തനമാണ്. അപ്പു കളിക്കുകയാണപ്പോൾ അവൻ്റെ വാഹനങ്ങളിൽ, വണ്ടിയിൽ കാട്ടിലെ മൃഗവും നാട്ടിലെ മൃഗവും ഉണ്ട്. നമുക്ക് ചെയ്യാനുള്ളത് വീട്ടിലെ മൃഗത്തിനെ വീട്ടിലോട്ടും കാട്ടിലെ മൃഗത്തിനെ കാട്ടിലോട്ടും വരച്ച് ചേർക്കുക. വരച്ച് ചേർക്കുമ്പോൾ ഈ വിധം കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ആ മൃഗങ്ങളുടെ പേര് ഒന്ന് താഴോട്ട് എഴുതാം. കാട്ടിലേക്ക് പോകേണ്ടവർ സിംഹം, കടുവ, കുറുക്കൻ, മാൻ എന്നിവരാണ്. വീട്ടിലേക്ക് പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, പശുവുണ്ട്, കോഴിയുണ്ട്. അടുത്തത് ഒളിച്ചിരിക്കുന്നത് ആരൊക്കെയെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ആക്ടിവിറ്റി കാർഡാണ്. ഒരു പദപ്രശ്നമാണ്. ചോദ്യത്തിനനുസരിച്ച് നമുക്ക് ഉത്തരം എഴുതാം. ഒന്നാമത്തേത് ഞാനൊരു പക്ഷിയാണ്, എനിക്ക് നീന്താൻ കഴിയും, താറാവാണ്. രണ്ടാമത്തേത് മഴക്കാർ കാണുമ്പോൾ പീലി വിളിച്ച് നൃത്തം ചെയ്യും, അത് മയിലാണ്. മൂന്നാമത്തെ മരത്തിൽ ചാടിക്കളിക്കും, നീണ്ട വാലുണ്ട്, അപ്പോൾ അത് കുരങ്ങനാണ്. താഴോട്ടുള്ളതാണ് ഇപ്പോൾ എഴുതിയത്. ഇനി വലത്തോട്ടുള്ളത് കരയിൽ ഏറ്റവും ഉയർന്ന എനിക്കാണ്, അപ്പോൾ അത് ജിറാഫാണ്. രണ്ടിൻ്റെമത്തെ ഉത്തരം ജിറാഫ് എഴുതുക. അടുത്തത് കാക്കക്കൂട്ടിലാണ് ഞാൻ മുട്ടയിടുന്നത്, അത് കുയിലാണ്. 4ന് നേരെ എഴുതുക. അവസാനത്തെ ചോദ്യം വയറ് നിറഞ്ഞാൽ ഞാൻ ഓരിയിടും, അത് കുറുക്കനാണ്. അപ്പോൾ 6ാമത്തെ ചോദ്യത്തിന് നേരെ ആ ഉത്തരം എഴുതി കളം പൂർത്തിയാക്കുക. അപ്പോൾ അവസാനം ഇതുപോലെ ഇരിക്കും പദപ്രശ്നം. അടുത്ത ആക്ടിവിറ്റി കാർഡ് ചിത്രങ്ങൾ വരയ്ക്കാനാണ്. ഇവിടെ കുറേ ജീവികളുടെ പകുതി ഭാഗം നൽകിയിട്ടുണ്ട്. അവയുടെ ബാക്കി ഭാഗം താഴത്തെ കോളത്തിലുണ്ട്. അത് ആ മൃഗങ്ങൾക്ക് ചേർന്നതാക്കി എഴുതി പേരെഴുതാനാണ്. ഒന്നാമത്തെ മൂങ്ങയുണ്ട്, അതിനെ കണ്ണ് വരയ്ക്കുക. രണ്ടാമത് പൂങ്കോഴിയുണ്ട്, അതിൻ്റെ വാല് വരയ്ക്കുക. അത് കഴിഞ്ഞ് ആനയുണ്ട്, തുമ്പിക്കൈ വരയ്ക്കുക. മുയലുണ്ട്, ചെവി വരയ്ക്കുക. പശുവുണ്ട്, കൊമ്പ് വരയ്ക്കുക. തത്തയുണ്ട്, അതിൻ്റെ ചുണ്ട് വരയ്ക്കുക. ഇത്രയുമാണ് താഴെ നിന്ന് എടുത്തു വരയ്ക്കാറുള്ളത്. അടുത്ത ആക്ടിവിറ്റി കാർഡ് പാട്ടും മേളം പൊടിപൂരം എന്നാണ്. ഇവിടെ കാക്കയും കുയിലമ്മയും താറാക്കുഞ്ഞും ഓരോ ശബ്ദത്തിൽ, അവയുടെ ശബ്ദത്തിൽ പാടിയപ്പോൾ കോഴിക്കുഞ്ഞിന് പാടാൻ തോന്നിയപ്പോൾ കോഴിക്കുഞ്ഞ് പാടിയത് കിയോ 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 എന്നാണ്. ഇനി ചോദ്യം ഇതാണ്. 4 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം മരക്കൊമ്പിലിരിക്കുന്നത് കാക്കച്ചിയാണ്. കുയിലമ്മ പാടിയത് കൂ 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 എന്നാണ്. ക്വാ പാടിയത് താറാവുഞ്ഞാണ്. പാട്ടിൻമേളം പൊടിപൂരമായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എല്ലാവരും ഉറക്കെ പാടിയപ്പോഴാണ് പാട്ടിൻമേളം പൊടിപൂരമായത്. അടുത്തത് മോഹം എന്ന ആക്ടിവിറ്റി കാർഡാണ്. ഓരോരുത്തരുടെയും മോഹം എഴുതാനാണ്. പൂവാലിയുടെ മോഹവും കുഞ്ഞിക്കിളിയുടെ മോഹം. അപ്പോൾ നമുക്ക് കുഞ്ഞിക്കിളിയുടെ മോഹം മീനെപ്പോലെ നീന്തണമെന്നാണ്. അതുപോലെ മീനിൻ്റെ മോഹം എന്ന് പറയുന്നത് തവളയെപ്പോലെ ചാടണമെന്നാണ്. തവളയുടെ മോഹം എന്ന് പറയുന്നത് കുഞ്ഞിക്കിളിയെപ്പോലെ പറക്കാനാണ്. അടുത്ത ആക്ടിവിറ്റി കാർഡ് അണ്ണാനും മുതലേ എന്നൊരു കഥയാണ്. കഥ പൂർത്തിയാക്കാനാണ്. ഹായ് ചങ്ങാതി, പുഴയ്ക്കക്കരെ ചക്കരമാവുണ്ട്, നീ വരുന്നുവെന്ന് മുതൽ ചോദിച്ചു. അപ്പോൾ അണ്ണൻ പറയാണ്, അയ്യോ എനിക്ക് നീന്താൻ അറിയില്ല. മുതല, എൻ്റെ പുറത്ത് കയറിപ്പോകാം. മാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അണ്ണാൻ, ഹായ് നിറയെ മാമ്പഴം. മുതല, നീ എനിക്ക് കൂടെ കുറച്ച് പറിച്ചു തരയണേ. ഇത്രയുമാണ് കഥ. എഴുതി പൂർത്തിയാക്കുക. അടുത്ത ആക്ടിവിറ്റി കാർഡ് കുറുകുറു കുറുക്കൻ എന്നാണ്. കുറുകുറു കുറുക്കന് കുഞ്ഞുനാളിലെ
തൊട്ടുള്ള മോഹത്തെപ്പറ്റി എഴുതിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള 2 മോഹങ്ങൾ എഴുതി ചേർക്കാം. കുറുകുറു കുറുക്കന് കുഞ്ഞുനാളിലെ ഒരു മോഹം, കുഞ്ഞുടുപ്പിട്ട് കുഞ്ഞു ഷൂസിട്ട് ചന്ത കാണാൻ മോഹം, പലഹാരം തിന്നാൻ മോഹം, ഓടിച്ചാടാൻ മോഹം. അടുത്തത് കുറുകുറു കുറുക്കന് കുഞ്ഞുനാളിലെ ഒരു മോഹം, കുഞ്ഞുടുപ്പിട്ട് കുഞ്ഞു ഷൂസിട്ട് കടൽ കാണാൻ മോഹം, ചാടിമറിയാൻ മോഹം, നീന്തി കളിക്കാൻ മോഹം. അടുത്തത് ആക്ടിവിറ്റി കാർഡ്. ഇവിടെ കുറച്ച് മൃഗങ്ങൾ നൽകിയിട്ടുണ്ട്, കാട്ടിലുള്ളതും വീട്ടിലുള്ളതും. അവയ്ക്ക് നേരെ അതിൻ്റെ പേരെഴുതി ആ കോളത്തിൽ കാട്ടിലെങ്കിൽ കാട്ടിലെ ചിത്രം, വീട്ടിലെങ്കിൽ വീടിൻ്റെ ചിത്രം വരയ്ക്കണം. ആദ്യത്തെ 4 എണ്ണത്തിൽ ആനയുണ്ട്, അത് കാട്ടിലാണ്. രണ്ടാമത് കടുവയാണ്, അതും കാട്ടിലാണ്. മൂന്നാമത് പൂച്ച, അത് വീട്ടിലാണ്. നാലാമത് കുതിരയുണ്ട്, അത് കാട്ടിലാണ്. അടുത്തത് പട്ടിയുണ്ട്, അത് വീട്ടിലാണ്, അപ്പോൾ വീട്ടിലെ ചിഹ്നം. പിന്നെ സിംഹമുണ്ട്, അത് കാട്ടിലാണ്, കാട്ടിലെ ചിഹ്നം വരയ്ക്കുക. അത് കഴിഞ്ഞ് പശുവുണ്ട്, ആടുണ്ട്, അവ രണ്ടും വീട്ടിലാണ്. അത് കഴിഞ്ഞ് കോഴിയുണ്ട്, അതും വീട്ടിലെയാണ്, അപ്പോൾ അവയ്ക്ക് 3നും വീട്ടിലെ ചിഹ്നം വരയ്ക്കുക. അവസാനം കുറുക്കനുണ്ട്, അതിന് കാട്ടിലെ ചിഹ്നമായ മരങ്ങൾ വരയ്ക്കുക. പ്രവർത്തനം ചെയ്യുക. അടുത്ത ആക്ടിവിറ്റി കാർഡ് പൂവാലി പശുവിനെ പറ്റിയാണ്. ഒരു പാട്ട് പോലെ അവയുടെ സവിശേഷം നൽകിയിട്ടുണ്ട്. പദസൂര്യൻ പൂർത്തിയാക്കാൻ നമുക്ക് മുകളിൽ നിന്ന് തൈര്, കൊമ്പ്, പാൽ, നെയ്യ്, മോര്, കാല്, വാല്, നിറം എന്നിവയാണ് അവിടെ പാടാൻ എഴുതാവുന്ന കവിതയിലുള്ളത്. അത് നമുക്ക് എഴുതാം. ഇനി അതിനെ ചേർത്ത് ഒരു വിവരണം താഴെ എഴുതാം. ഞാൻ പൂവാലി പശു, എനിക്ക് വാലുണ്ട്, കൊമ്പുണ്ട്, കാലുണ്ട്, നിറമുണ്ട്, നല്ല ചേലുണ്ട്, പാലുണ്ട്, നെയ്യുണ്ട്, അങ്ങനെ പല ഗുണങ്ങളുണ്ട്. ഇത്രയുമാണ് വിശേഷണം. അടുത്ത ആക്ടിവിറ്റി കാർഡുകൾ മുഖംമൂടി വെക്കാനാണ്. നിറം നൽകി ഈ ചിഞ്ചുപൂച്ചയുടെ, അമ്മണിയാടിൻ്റെ നിറം നൽകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവസാനമായുള്ള ജൂലി താറാവിൻ്റെ മുഖംമൂടി നിർമ്മിച്ച് കൂട്ടുകാർ വെച്ച് നോക്കുക. അടുത്ത ആക്ടിവിറ്റി കാർഡ് ആന തീവണ്ടിയാണ്. ഈ തീവണ്ടിയിൽ ഓരോ ബോഗിയിലും കയറാൻ പറ്റുന്നവരെ അവിടെ ബോഗിയിൽ എഴുതിയിട്ടുണ്ട്. 2 കാലുള്ളവർ, 4 കാലുള്ളവർ. താഴെ കുറച്ച് മൃഗങ്ങളുടെ ചിത്രം നൽകിയിട്ടുണ്ട്. അവയിൽ നിന്ന് 2 കാലുള്ളവരും 4 കാൽ ഉള്ളവരും വരച്ചു ചേർക്കാം. ആദ്യം 2 കാലുള്ളവർ വരച്ചു ചേർത്തു. കോഴിയുണ്ട്, താറാവുണ്ട്, പക്ഷികളുണ്ട്, മയിലുണ്ട്. അത് കഴിഞ്ഞ് 4 കാലുള്ളവരിൽ ജിറാഫുണ്ട്, തവളയുണ്ട്, ആനയുണ്ട്, പോത്തുണ്ട്, ആടുണ്ട്. അടുത്ത ആക്ടിവിറ്റി കാർഡ് ബാഡ്ജ് തയ്യാറാക്കാനാണ്. ആനയുടെ നൽകിയിട്ടുള്ളത് കുഞ്ഞനാന, തടി വലിക്കും, കാട്ടിൽ താമസം. അടുത്തത് പൂവാലി പശു, പാൽ തരും, വീട്ടിൽ താമസം, കുഞ്ഞിപ്പൂച്ച, എലിയെ തിന്നും, വീട്ടിൽ താമസം. അടുത്തത് കോഴിയാണ്, മുട്ട തരും, വീട്ടിൽ താമസം. അത് കഴിഞ്ഞ് താറാവുണ്ട്, മുട്ടയിടും, അതും വീട്ടിൽ താമസമാണ്. അവസാന ബാഡ്ജ് കുഞ്ഞിപ്പട്ടിയാണ്, കാവൽ നിൽക്കും, അതും വീട്ടിലാണ് താമസം. അടുത്ത ആക്ടിവിറ്റി കാർഡ് പൂവാലിയുടെ യാത്രയാണ്. പൂവാലി പശുവിന് കുന്നിൻ ചരിവിൽ പുല്ല് തിന്നാൻ പോകണം. വളർത്തു ജീവികൾ കാണുന്ന വഴിയിലൂടെ പോയി വേണം അവിടെ എത്താൻ. ഈ ചിത്രത്തിൽ വഴി വരച്ചു കൊടുക്കുമ്പോൾ ഈ വിധമാണ് വരുന്നത്. ആ വഴിയിൽ വരുന്ന വളർത്തുമൃഗങ്ങൾ ഇവയൊക്കെയാണ്. പട്ടിയുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, പൂച്ചയുണ്ട്, താറാവുണ്ട്. ഇവയെല്ലാം ഉള്ള വഴിയിലൂടെയാണ് പൂവാലി പശു പുൽമേട്ടിൽ പുല്ല് തിന്നാൻ പോകുന്നത്. സ്റ്റാൻഡേർഡ് 1 ഇംഗ്ലീഷ് ആക്ടിവിറ്റി കാർഡാണ് ചെയ്യുന്നത്. ആക്ടിവിറ്റി കാർഡ് നമ്പർ 1 ചിക്സ് തോട്ട്. ദ ചിക്ക് വാണ്ട് ടു സീ ഇറ്റ്സ് മദർ. വാട്ട് ഡസ് ഇറ്റ് തിങ്ക്? കോഴിക്കുഞ്ഞ് അതിൻ്റെ അമ്മയെ തിരയുകയാണ്. അവൻ അവൻ്റെ അമ്മയെ കണ്ടെത്തിയില്ല. അപ്പോൾ കോഴിക്കുഞ്ഞ് എന്താകും വിചാരിക്കുക? ഹൂ ഈസ് മൈ മദർ? എൻ്റെ അമ്മ ആരായിരിക്കുമെന്ന് കോഴിക്കുഞ്ഞ് ചിന്തിക്കാം. അതുപോലെ വേർ ഈസ് മൈ മദർ? എൻ്റെ അമ്മ ഇപ്പോൾ എവിടെയായിരിക്കാം എന്നും കോഴിക്കുഞ്ഞ് ചിന്തിക്കുന്നു. അടുത്തത് കോഴിക്കുഞ്ഞ് പൂച്ചയെ കാണുന്നു. കോഴിക്കുഞ്ഞ് എന്താണ് പൂച്ചയോട് ചോദിക്കുന്നത്? പൂച്ച എന്താണ് മറുപടി പറയുന്നതെന്ന് നമുക്ക് നോക്കാം. കോഴിക്കുഞ്ഞ് ആർ യു മൈ മദർ? നിങ്ങൾ എൻ്റെ അമ്മയാണോ? അപ്പോൾ പൂച്ച എന്തായിരിക്കും പറഞ്ഞിരിക്കുക? നോ, ഐ ആം നോട്ട് യുവർ മദർ. അല്ല, ഞാൻ നിൻ്റെ അമ്മയല്ല എന്നായിരിക്കും പൂച്ച കോഴിക്കുഞ്ഞിനോട് പറഞ്ഞത്. ദ ചിക്ക് മീറ്റ്സ് എ ക്രോ. കോഴിക്കുഞ്ഞ് പിന്നെ ഒരു കാക്കയെ കണ്ടു. കോഴിക്കുഞ്ഞ് എന്താണ് കാക്കയോട് ചോദിക്കുന്നത്? അതുപോലെ കാക്ക എന്താണ് മറുപടി പറയുന്നത്? ചിത്രത്തിൽ നിറവ് നൽകി നമുക്ക് എഴുതാം. കോഴിക്കുഞ്ഞ് എന്തായിരിക്കും ചോദിച്ചത്? നേരത്തെ ചോദിച്ച പോലെ ആർ യു മൈ മദർ? നിങ്ങൾ എൻ്റെ അമ്മയാണോ എന്ന്. അപ്പോൾ കാക്ക എന്തായിരിക്കും ഉത്തരം പറഞ്ഞിട്ടുള്ളത്? നോ, ഐ ആം നോട്ട് യുവർ മദർ. ഐ ആം നോട്ട് യുവർ മദർ. അതാണ് കാക്ക കൊടുത്ത മറുപടി. അടുത്തത് ദ ചിക്ക് ഫൈൻഡ് ഇറ്റ്സ് മദർ. അവസാനം കോഴിക്കുഞ്ഞ് അതിൻ്റെ അമ്മയെ കണ്ടുമുട്ടി.
അപ്പോൾ കോഴിക്കുഞ്ഞ് എന്താകും പറയുന്നത്? ഐ ഗോട്ട് മൈ മദർ. എനിക്കെൻ്റെ അമ്മയെ കിട്ടിയെന്നായിരിക്കും കോഴിക്കുഞ്ഞ് സന്തോഷത്തോടെ പറയുന്നത്. അടുത്ത ആക്ടിവിറ്റി കാർഡ് എന്ന് പറയുന്നത് കോഴിക്കുഞ്ഞ് അതിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ അമ്മയോടൊപ്പമുള്ള കോഴിക്കുഞ്ഞിൻ്റെ ചിത്രമുണ്ട്. പ്രവർത്തനം ഇതാണ്. ഈ കോഴിക്കൂടിന് നിറം നൽകാനാണ്. ഇതുപോലെ വ്യത്യസ്തമായ നിറം നൽകി ഈ കോഴിക്കൂട് കൂട്ടുകാർ അലങ്കരിക്കുക. അടുത്തത് ആക്ടിവിറ്റി കാർഡ് നമ്പർ 2 ആണ്. ഡക്ലിംഗ് ഗോസ് ഫോർ എ സ്വിം. താറാവ് കുട്ടി കുളത്തിൽ നീന്താൻ പോയി. എന്താണ് താറാവൻകുട്ടി ചോദിക്കുന്നത്? അതുപോലെ മത്സ്യം എന്താണ് ഉത്തരം പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഹു ആർ യു? താറാവ് കുട്ടി ചോദിക്കുന്നു, നീ ആരാണ്? അപ്പോൾ മീൻ എന്തായിരിക്കും പറയുക? ഐ ആം എ ഫിഷ്. ഞാനൊരു മീനാണ്. ദി ഡക്ലിംഗ് ആൻഡ് ഫ്രോഗ്. അത് കഴിഞ്ഞ് ഒരു തവളയെ ഡക്ലിംഗ് കണ്ടു. എന്താണ് താറാവൻകുട്ടി ചോദിക്കുന്നത്? അതുപോലെ തവളക്കുട്ടൻ എന്താണ് പറയുന്നത്? താറാവുകുട്ടി ചോദിച്ചു, ഹലോ, ഹു ആർ യു? സുഹൃത്തെ, നീ ആരാണ്? അപ്പോൾ തവള എന്തു പറഞ്ഞു? ഹായ്, ഐ ആം എ ഫ്രോഗ്. ഞാൻ ഒരു തവളയാണെന്നാണ് തവള ഉത്തരം നൽകിയത്. അടുത്തത് എ ന്യൂ ഫ്രണ്ട്. ഒരു പുതിയ കൂട്ടുകാരനെ താറാവുകുട്ടിക്ക് കിട്ടി. വൺ ഡേ ദ ഡക്ലിംഗ് സോ എ ക്രോ. അപ്പോൾ അവരുടെ സംഭാഷണം എങ്ങനെയായിരിക്കും? താറാവ് പറഞ്ഞു, ഐ ആം എ ഡക്ലിംഗ്, ലുക്ക് ഐ ക്യാൻ സ്വിം. അപ്പോൾ ആ ചോദ്യം എന്തായിരിക്കും? കാക്ക ചോദിച്ചത്, ഹു ആർ യു? നീ ആരാണ്? അങ്ങനെ ചോദിക്കുമ്പോൾ ഡക്ലിംഗ് താറാവുകുട്ടി നൽകുന്ന ഉത്തരമാണ് ഐ ആം എ ഡക്ലിംഗ്, ലുക്ക് ഐ ക്യാൻ സ്വിം. ഞാനൊരു താറാവിൻകുട്ടിയാണ്, എനിക്ക് നീന്താൻ കഴിയും. വാട്ട് ഡു ദേ ടോക്ക്? അവരെന്തായിരിക്കും പറഞ്ഞിരിക്കുന്നത്? താറാവിൻകുട്ടി എന്താണ് കാക്കയോട് ചോദിക്കുന്നത്? കാക്ക എന്താണ് മറുപടി പറയുന്നത്? താറാവിൻകുട്ടി കാക്കയോട് എന്താ ചോദിക്കുന്നത്? ക്യാൻ യു സ്വിം? നിനക്ക് നീന്താൻ കഴിയുമോ എന്ന്. കാക്കയ്ക്ക് നീന്താൻ കഴിയുമോ? നമുക്കറിയാം കാക്കയ്ക്ക് പറക്കാനാണ് കഴിയുന്നത്. അപ്പോൾ കാക്ക എന്തായിരിക്കും പറയുന്നത്? നോ, ഐ കാനോട്ട്. പക്ഷേ കാക്കയ്ക്ക് പറക്കാൻ കഴിയും. അപ്പോൾ ബട്ട് ഐ ക്യാൻ ഫ്ലൈ. എനിക്ക് പറക്കാൻ സാധിക്കും. അടുത്ത ആക്ടിവിറ്റി കാർഡ് നമ്പർ 3 ആണ്. ഫൈൻഡ് ദി ഡക്ലിങ്സ് ഫ്രണ്ട്. താറാവ് കുഞ്ഞിൻ്റെ കൂട്ടുകാരെ കണ്ടുപിടിക്കണം. ഇതിൽ തവളയുണ്ട്, ആമയുണ്ട്, മീനുണ്ട്, പാമ്പുണ്ട്. അപ്പോൾ ഇതിൽ താറാവിൻ കുട്ടിയുടെ കൂട്ടുകാരെന്ന് പറയുന്നത് ടോർട്ടോയ്സ്. ആമയുണ്ട്, ഫിഷ്, മീനുണ്ട്, ഫ്രോഗ്, തവളയുണ്ട്. ഇത്രയുമാണ് കൂട്ടുകാർ. അടുത്ത ആക്ടിവിറ്റി കാർഡ് നമ്പർ 4 ആണ്. ഡക്ലിംഗ് മീറ്റ്സ് ദ ഫാറ്റ് ക്യാറ്റ് ആൻഡ് തിൻ റാറ്റ്. നമ്മുടെ താറാവിൻകുട്ടി പിന്നെ നമ്മുടെ ഫാറ്റ് ക്യാറ്റിനെയും തിൻ റാറ്റിനെയും കണ്ടു. അവരെന്താണ് അവിടെ ചെയ്യുന്നത്? രണ്ടുപേരും ഇരുന്ന് കുളക്കടവിലിരുന്ന് മീൻ പിടിക്കുകയാണ്. താഴെ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട് പൂരിപ്പിക്കാൻ. അപ്പോൾ അവിടെ ഉള്ളതാരാ? ഫാറ്റ് ക്യാറ്റുമുണ്ട്, തിൻ റാറ്റുമുണ്ട്. അപ്പോൾ ആ കോളത്തിന് നേരെ ഫാറ്റ് ക്യാറ്റ് ആൻഡ് തിൻ റാറ്റ് ആർ ഫിഷിംഗ്. തടിയനായ പൂച്ചയും എലിമ്പനായ എലിയുമാണ് അവിടെ ഇരുന്ന് മീൻ പിടിക്കുന്നത്. ആക്ടിവിറ്റി കാർഡ് 4 തന്നെ ഫാറ്റ് ക്യാറ്റ് ആൻഡ് തിൻ ക്യാറ്റ് ക്യാച്ച് എ ഫിഷ്. ഇരുവരും ചൂണ്ടയിട്ട് ഒരു മീനെ കിട്ടി. പക്ഷേ ആ മീനിൻ്റെ വായിൽ രണ്ടുപേരുടെയും ചൂണ്ടയുടെ കൊളുത്തുണ്ടായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ നടത്തിയ സംഭാഷണം എന്തായിരിക്കും? റാറ്റ് പറഞ്ഞു, എലി, ദിസ് ഈസ് മൈ ഫിഷ്. ഇതെൻ്റെ മീനാണെന്ന് എലി പറഞ്ഞു. അപ്പോൾ പൂച്ച എന്തായിരിക്കും തിരിച്ചു പറഞ്ഞത്? നോ, മൈ ഫിഷ്. അല്ല, അതെൻ്റെ മീനാണെന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ദ ഡക്ലിംഗ് ഹെൽപ്സ് ദം. ഇത് കേട്ട് താറാവ് അവരെ സഹായിക്കാൻ അവരുടെ അടുത്തേക്ക് വന്നു. അവരുടെ തർക്കം പരിഹരിക്കാൻ താറാൻകുട്ടി എത്തി. അതെങ്ങനെയാണ് പരിഹരിച്ചതെന്ന് നമുക്ക് താഴെ നോക്കാം. താറാവിൻ്റെ വായിലൊരു മീനുണ്ട്. അപ്പോൾ ദ ഡക്ലിംഗ് ഗേവ് ദ തിൻ റാറ്റ് എ ബ്ലാക്ക് ഫിഷ്. ഒരു കറുത്ത മീനാണ് നമ്മുടെ എലിമ്പൻ എലിക്ക് കൊടുക്കുന്നത്. അങ്ങനെ അവരുടെ പ്രശ്നം അവിടെ തീർക്കുന്നു. അടുത്തത് ആക്ടിവിറ്റി കാർഡ് 4ൻ്റെ ബാക്കിയാണ്. ഇനിയും അവരൊരു, അതായത് ഫാറ്റ് ക്യാറ്റും തിൻ റാറ്റും അവരുടെ കയ്യിലുള്ള മീനെ വിവരിക്കുകയാണ്. അവർ തങ്ങൾക്ക് കിട്ടിയ മീനെക്കുറിച്ച് പറയുന്നത്. ഫാറ്റ് ക്യാറ്റ് പറയുന്നത്, ദിസ് ഈസ് മൈ ഫിഷ്, ഇറ്റ് ഈസ് എ റെഡ് ഫിഷ്. ഇതാണ് എൻ്റെ മീൻ, ഇതൊരു ചുവന്ന മീനാണെന്നാണ് നമ്മുടെ ഫാറ്റ് ക്യാറ്റ് പറയുന്നത്. അപ്പോൾ തിൻ റാറ്റ് എന്താണ് പറയുന്നത്? തിൻ റാറ്റ് പറയുന്നത്, ദിസ് ഈസ് മൈ ഫിഷ്, അപ്പോൾ ഇറ്റ് ഈസ് എ ബ്ലാക്ക് ഫിഷ്. ഇതെൻ്റെ മീനാണ്, ഇതൊരു കറുത്ത മീനാണെന്നാണ് നമ്മുടെ തിൻ റാറ്റ് പറയുന്നത്. അടുത്തത് ആക്ടിവിറ്റി കാർഡ് 5ൻ്റെ ബാക്കിയാണ്. എമി കൂട്ടുകാർക്കെല്ലാം ആഹാരം കൊടുക്കുന്ന ഒരു ചിത്രമുണ്ട് പാഠഭാഗത്ത്. ഓരോരുത്തർക്കും വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഉറുമ്പിന് എന്തായിരിക്കും വേണ്ടത്? അതിന് പഞ്ചാരയാണ് വേണ്ടത്. അപ്പോൾ ഐ ലൈക്ക് ഷുഗർ, എനിക്ക്
പഞ്ചസാരയാണ് ഇഷ്ടമെന്ന് ഉറുമ്പ് പറയുന്നത്. അപ്പോൾ മുയൽ എന്താ പറയും? ഐ ലൈക്ക് ക്യാരറ്റ്. പക്ഷേ എനിക്കിഷ്ടം ക്യാരറ്റാണ്. ഫാറ്റ് ക്യാറ്റ് എന്താ പറയും? ഐ ലൈക്ക് ഫിഷ്. എനിക്ക് ഇതൊന്നുമല്ല, മീനാണ് ഇഷ്ടം. അവസാനം നമ്മുടെ എലിക്കുട്ടൻ തിൻ റാറ്റ് എന്താ പറയുന്നത്? ഐ ലൈക്ക് നട്ട്സ്. പക്ഷേ എനിക്ക് നട്ട്സാണ് ഇഷ്ടമെന്നാണ് പറയുന്നത്. ക്ലാസ് 1 ലേണിംഗ് എക്സലൻസ് റെക്കോർഡ് വർക്ക്ഷീറ്റ് മുഴുവൻ ഇവിടെ കംപ്ലീറ്റ് ആകുന്നു. ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.